തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇമാനുവൽ സിൽക്സ് തൃശൂർ, മോൾ ഓഫ് ജോയ് നിയർ ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. കല്യാൺ സിൽക്സ് ഭീമ, ജോസ്കോ ജുവലേഴ്സ്. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പരീക്ഷണ പ്രക്രിയകൾക്ക് ജൂലൈയിൽ തുടക്കം കുറിക്കുമെന്ന് ISRO ഡെപ്യൂട്ടി ഡയറക്ടർ രത്നാകര റാവു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സെമി ക്രയോജനിക് എഞ്ചിന്റെ പരീക്ഷണവും ഈ വർഷത്തിൽ നടത്തുമെന്നും റാവു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഫലമറിയാൻ TCVയിൽ പ്രത്യേക സൗകര്യങ്ങൾ. കുട്ടനെല്ലൂർ ബൈപ്പാസിൽ നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ഒരാൾ മരിച്ചു. ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷകളോടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണ്ണനെ കണി കാണാൻ ഗുരുഭവനപുരിയിൽ ആയിരങ്ങളെത്തി. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പരീക്ഷണ പ്രക്രിയകൾക്ക് ജൂലൈയിൽ തുടക്കം കുറിക്കുമെന്ന് ISRO ഡെപ്യൂട്ടി ഡയറക്ടർ രത്നാകര റാവു പറഞ്ഞു. തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ ISRO പവലിയൻ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള സർക്കാർ അംഗീകാരം ISROയ്ക്ക് നേരത്തെ ലഭിച്ചിരുന്നു. GSLV Mark 3 എന്ന സ്പേസ് ഫ്ലൈറ്റിനോടൊപ്പം ക്രോമോഡ്യൂൾ ഘടിപ്പിച്ചാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള സാങ്കേതികവിദ്യ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ചത്. ഇപ്പോൾ ഈ ക്രയോജനിക് എഞ്ചിൻ ഇപ്പോൾ നമ്മൾ കുറേ കാലത്തേക്ക് ബിക്കോസ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് ഇത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് സെമി ക്രയോ എന്ന് പറയുന്ന അടുത്ത സ്റ്റേജ് നമ്മൾ ഓൾറെഡി ISRO ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉടൻ തന്നെ പ്രാവർത്തികമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് വരികയാണെങ്കിൽ നമുക്ക് ഈ സേഫ്റ്റി വളരെയധികം കൂടുകയും മോറലെസ് നമുക്ക് വേണ്ട നമ്മുടെ ഈ മേളിലോട്ട് കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള സാറ്റലൈറ്റ്സിൻ്റെ മാസ് കൂട്ടുകയും ചെയ്യാം. അതിനുള്ള അമേരിക്ക, ചൈന, റഷ്യ, ഫ്രാൻസ് എന്നീ രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഇത്തരമൊരു സാങ്കേതികവിദ്യ കൈവശമുള്ളത്. 15,000 കോടി രൂപയാണ് ഇതിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ റിമോട്ട് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന GPS സാങ്കേതികവിദ്യയും ഉടനെ ISRO യാഥാർത്ഥ്യമാക്കും. ഈയൊരു സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നെങ്കിൽ കാണാതായ മാലി വിമാനത്തിന് സംഭവിച്ചതെന്തെന്ന് തിരിച്ചറിയാനാകുമായിരുന്നു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിന്റെ ആധുനിക രൂപമായ സെമി ക്രയോജനിക് എഞ്ചിന്റെ പരീക്ഷണവും ഈ വർഷത്തിൽ നടത്തും. ബഹിരാകാശത്തേക്കുള്ള ഉപഗ്രഹങ്ങളും മറ്റും ഭ്രമണപഥത്തിലെത്തിക്കാൻ ഉതകുന്ന സാങ്കേതികവിദ്യയായ സെമി ക്രയോജനിക് എഞ്ചിൻ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുത്തൻ ചുവടുകൾ വയ്ക്കുമെന്ന് ISRO ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. ചാരക്കേസും തൃശൂർ പൂരം എക്സിബിഷനും തമ്മിൽ എന്താണ് ബന്ധമെന്നറിയണമെങ്കിൽ തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ വേദിയിലെ ISRO പവലിയനിൽ എത്തിയാൽ മതി. പൂരം എക്സിബിഷനിലെ ISRO പവലിയന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ക്രയോജനിക് എഞ്ചിന്റെ യഥാർത്ഥ മാതൃക. പണ്ട് ഈ ക്രയോജനിക് എഞ്ചിന്റെ സാങ്കേതിക വിദ്യയാണ് മാലി വനിതകളായ മറിയം റഷീദയും ഫൗസിയ ഹസനും ചേർന്ന് ISRO ശാസ്ത്രജ്ഞരിൽ നിന്ന് അടിച്ചുമാറ്റി വിദേശത്തേക്ക് കടത്തിയെന്ന ആരോപണമുയർന്നത്. ചാരക്കേസ് എന്ന പേരിൽ ഏറെ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ച വിവാദത്തെ തുടർന്ന് ലീഡർ K കരുണാകരന് രാജിവെക്കേണ്ടി വന്നുവെന്നത് ചരിത്രം. ചാരക്കേസ് വാർത്തകളിൽ നിറയുമ്പോൾ ക്രയോജനിക് എഞ്ചിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ രസകരം. ഇല്ലാത്ത സാങ്കേതികവിദ്യ മോഷ്ടിച്ചെന്ന ചാരക്കേസ് ചാരമായി മാറുകയും ഇന്ത്യ ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കുകയും ഇതുപയോഗിച്ച് ഒട്ടേറെ ബഹിരാകാശ ഗവേഷണ പ്രയാണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഇന്ത്യയുടെയും ISROയുടെയും ബഹിരാകാശ ഗവേഷണ രംഗത്തെ അരനൂറ്റാണ്ടിന്റെ ചരിത്രമാണ് ISRO പവലിയനെ ശ്രദ്ധേയമാക്കുന്നത്. ഭാരതത്തിന്റെ ചൊവ്വ ദൗത്യം, GPS ഉപഗ്രഹമായ IRNSS, പ്രഥമ വിക്ഷേപണത്തിനൊരുങ്ങുന്ന GSLV MK3, PSLV എന്നിങ്ങനെയുള്ള സാങ്കേതികവിദ്യയുടെ നേർക്കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബഹിരാകാശ ഗവേഷണ രംഗത്തെ മുന്നേറ്റങ്ങളും സാധ്യതകളും ഏറെ വിജ്ഞാനപ്രദമായ രീതിയിൽ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ബഹിരാകാശ പഠന സാധ്യതകളെക്കുറിച്ചും ISRO മുൻകൈയെടുത്ത് നടത്തുന്ന ISST ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കുറിച്ചും ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ വിജ്ഞാനം പകരുന്നതാണ് പവലിയൻ. ന്യൂസ് ഡെസ്ക് TCV.
SSLC പരീക്ഷാഫലം നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബാണ് ഫലപ്രഖ്യാപനം നടത്തുക. ഇത്തവണ ഫലപ്രഖ്യാപനം റെക്കോർഡ് വേഗത്തിലാണ്. പരീക്ഷ കഴിഞ്ഞ 25 ദിവസത്തിനുള്ളിലാണ് ഫലപ്രഖ്യാപനം. ഈ മാസം 24-നകം ഫലപ്രഖ്യാപനം നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. SSLCക്ക് പുറമെ THHLC, AHSLC തുടങ്ങിയ 5 പരീക്ഷകളുടെ ഫലം ഒന്നിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 24-നായിരുന്നു ഫലപ്രഖ്യാപനം. ജില്ലയിൽ 43,000-ഓളം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയത്. മുഴുവൻ വിഷയങ്ങളിലും ഏറ്റവും കൂടുതൽ A+ നേടിയത് തൃശൂർ ജില്ലയായിരുന്നു. ജില്ലയിലെ 33ഓളം സ്കൂളുകൾ 100% വിജയം കരസ്ഥമാക്കിയിരുന്നു. ഇത്തവണ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതിയത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 94.17 ആയിരുന്നു. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും SSLC പരീക്ഷാഫലം അറിയാൻ TCV വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. കുട്ടനല്ലൂർ ബൈപ്പാസിൽ മിനി ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ഒരാൾ മരിച്ചു. ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. ചിറ്റിശ്ശേരി സ്വദേശി ഊരോൻകാരൻ പൊന്നാരി മകൻ 41 വയസ്സുള്ള മുരാന്തകനാണ് മരിച്ചത്. ഭാര്യ രജനി, മക്കളായ അമൃത, അഭിനവ് എന്നിവരെ പരിക്കുകളോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ റേഞ്ച് എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. CPI നെന്മണിക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും AIYF പുതുക്കാട് മണ്ഡലം പ്രസിഡന്റുമാണ് മുരാന്തകൻ. ഒരാണ്ടിന്റെ സമൃദ്ധിയും പ്രതീക്ഷകളുടെയും പൊൻകണി കണ്ട് മലയാളികൾ വിഷു ആഘോഷിച്ചു. ശുഭപ്രതീക്ഷകൾ നിറഞ്ഞ പുതുവർഷത്തെ അത്യാഹ്ലാദത്തോടെയാണ് മലയാളികൾ വരവേറ്റത്. കുട്ടികളോടൊപ്പം മുതിർന്നവരും പടക്കം പൊട്ടിച്ചും കമ്പിത്തിരിയും ലാത്തിരിയും മത്താപ്പും കത്തിച്ചും ആഹ്ലാദം പങ്കിട്ടു. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തിന്റെ ആഘോഷമായാണ് വിഷുവിനെ കാണുന്നത്. നരകാസുര നിഗ്രഹത്തോടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മം പുനഃസ്ഥാപിച്ച നാളാണ് വിഷു ആഘോഷമെന്നും ലങ്കാധിപനായ രാവണനെ ശ്രീരാമൻ വധിച്ചതിന്റെ ആഹ്ലാദമായാണ് വിഷു കൊണ്ടാടുന്നതെന്നുമാണ് ഐതിഹ്യം. അതേസമയം ജ്യോതിഷപരമായി വിഷു പുതുവർഷാരംഭ ദിനമാണ്. ഒരു സംവത്സരത്തിന്റെ സമൃദ്ധിക്ക് നാന്ദി കുറിക്കുന്ന നാളിൽ എല്ലാം ശുഭമായിരിക്കണമെന്നാണ് വിഷു ആഹ്വാനം ചെയ്യുന്നത്. ഓരോ വിഷുവും സമ്പൽ സമൃദ്ധമായ കാർഷിക കേരളത്തിന്റെ മധുര സ്മരണ കൂടിയാണ്. മയിൽപ്പീലി ചൂടി മഞ്ഞപ്പട്ടുടയാട ചുറ്റി ഭക്തരുടെ കണ്ണും മനസ്സും നിറച്ച് ഗുരുവായൂരപ്പൻ വിഷുക്കണി ദർശനം നൽകി. കണി കണ്ണനാവണം, കണ്ണൻ ഉണ്ണിക്കണ്ണനാവണം. മഞ്ഞപ്പട്ടു ചേല ചുറ്റി മയിൽപ്പീലി ചൂടി ഓടക്കുഴലൂതുന്ന ഗുരുവായൂർ അമ്പാടിക്കണ്ണനെ വിഷുനാളിൽ കണി കണ്ടാൽ ഭക്തർക്ക് ആത്മനിർവൃതിക്ക് മറ്റെന്തു വേണം? ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. വിഷുക്കണി കാണാൻ മലയാളിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തോളം പ്രാധാന്യം മറ്റെവിടെയുമില്ല. നിറഞ്ഞുകത്തുന്ന നെയ്വിളക്കിന്റെ കനകപ്രഭയിൽ തൂമന്ദഹാസം തൂകുന്ന കണ്ണനെ ദർശിക്കാൻ ആയിരങ്ങളാണ് വിഷുപുലരിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത്. പലരും തിങ്കളാഴ്ച രാത്രി തന്നെ ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു. വിഷുത്തലേന്ന് രാത്രിയിൽ ക്ഷേത്രത്തിൽ കണിയൊരുക്കങ്ങളും നടത്തിയിരുന്നു. കണിക്കൊന്ന, വാൽക്കണ്ണാടി, സ്വർണം, വിവിധയിനം ഫലങ്ങൾ തുടങ്ങിയവ ഓട്ടുരുളിയിൽ നിറച്ചാണ് കണിക്കോപ്പൊരുക്കിയത്. പുലർച്ചെ മേൽശാന്തി ആദ്യം ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. പിന്നെ ഭക്തർക്ക് ദർശന സൗകര്യമൊരുക്കി. ഏറെ നേരം വരിയിൽ നിന്നാണ് പലർക്കും ദർശന സൗഭാഗ്യം ലഭിച്ചത്. വിഷുവിനോടനുബന്ധിച്ച് ക്ഷേത്രവും പരിസരവും പൂക്കളാലും തോരണങ്ങളാലും അലങ്കരിച്ചിരുന്നു. കണി കാണുന്നതിനും ശ്രീ ഗുരുവായൂരപ്പനെ വണങ്ങുന്നതിനും 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുള്ളത്. ഇന്ന് കാലത്ത് 2:30 മണിക്ക് കണി കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ പരമാവധി ഭക്തജനങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വിഷു ദിവസമാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ജനങ്ങൾക്കും അഭിവൃദ്ധിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധി മനസ്സിൽ കണ്ടാണ് ഭക്തസഹസ്രങ്ങൾ ഗുരുഭവനപുരിയിൽ നിന്നും കണ്ണനെ കണ്ട നിറവോടെ മടങ്ങിയത്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും കണിദർശനവും എല്ലായിടത്തും ഉണ്ടെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനത്തോളം പ്രാധാന്യം ഭക്തർ മറ്റെവിടെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.
വിഷുവിനോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ പ്രത്യേക വിഷുക്കണി ഒരുക്കിയിരുന്നു. കണി കാണാൻ നിരവധി ഭക്തരാണ് എത്തിയത്. ഇരിഞ്ഞാലക്കുടയിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. നടവരമ്പ് സ്വദേശി എലമ്പലക്കാട്ട് ഗംഗാധരൻ മകൾ 15 വയസ്സുള്ള സാന്ദ്രയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിക്ക് സമീപം അച്ഛനോടൊപ്പം ബൈക്കിൽ പോകുമ്പോൾ മറ്റൊരു ബൈക്ക് ഇടിച്ചായിരുന്നു അപകടം. സാംസ്കാരിക മലിനീകരണമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുവരുന്നതെന്ന് സാഹിത്യകാരൻ വൈശാഖൻ പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി സംഘടിപ്പിച്ച പുസ്തകോത്സവം 2014 തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുസ്തക വായനക്കാർ വെറും ഫോസിൽ റീഡേഴ്സായി മാത്രം മാറരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അരണാട്ടുകര ടാഗോർ സെന്റിനറി ഹാൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു എം പാലിശ്ശേരി MLA അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ KU അരുണൻ, KK കൃഷ്ണകുമാർ, പരമേശ്വരൻ എന്നിവർ പങ്കെടുത്തു. മുകുന്ദപുരം താലൂക്ക് കൗൺസിലിലെ പ്രവർത്തകരായ KP രാഘവ പുതുവാൾ രചിച്ച മനുഷ്യയന്ത്രം, ഖാദർ വട്ടേപ്പാടം രചിച്ച കൊത്തുകൊമ്പരം, കൂടാതെ KK രമ രചിച്ച ഗാലപ്പോസ് ദ്വീപിലെ മായക്കാഴ്ചകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും പുസ്തകോത്സവ ചടങ്ങിൽ നടന്നു. ചന്തു ചതിയനല്ലാതായി മാറിയിട്ട് ഈ വിഷുവിന് 4 നൂറ്റാണ്ട് തികയുന്നു. വടക്കൻ പാട്ടിന്റെ വാമൊഴി ചരിത്രവും ചതിയൻ ചന്തുവിന്റെ ജാതകവും തിരുത്തിയെഴുതിയ ഒരു വടക്കൻ വീരഗാഥ എന്ന ചലച്ചിത്ര കാവ്യം 25 വർഷം മുൻപ് മലയാളിക്ക് ലഭിച്ച വിഷുക്കൈനീട്ടമായിരുന്നു. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. 1989 മലയാള സിനിമയ്ക്ക് ലഭിച്ച വിഷു കൈനീട്ടത്തിന് 25 വയസ്സ് തികയുമ്പോഴും ചന്തുവും വടക്കൻ പാട്ടിന്റെ വേറിട്ട ആഖ്യാനവും ഒരു വീരഗാഥയായി തന്നെ മലയാളി മനസ്സിൽ തിടമ്പേറ്റി നിൽക്കുകയാണ്. MT വാസുദേവൻ നായർ എന്ന സർഗധനനായ ഒരു എഴുത്തുകാരന്റെ ചങ്കൂറ്റത്തിനും ഹരിഹരൻ എന്ന മഹാനായ ചലച്ചിത്രകാരന്റെ സമർപ്പണത്തിനുമുള്ള അംഗീകാരം കൂടിയാണ് ഈ ചിത്രം. വ്യാസന്റെ മൗനത്തിൽ നിന്നും ഭീമന്റെ രണ്ടാമുഴവും, പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ വാമൊഴി വഴക്കത്തിൽ നിന്ന് പെരുന്തച്ചിനെയും, മഹാഭാരതത്തിന്റെ എഴുതാപ്പുറങ്ങളിൽ നിന്നും വൈശാലിയെയും കണ്ടെടുത്ത MT എന്ന എഴുത്തുകാരന്റെ അന്വേഷണാത്മക സാഹിത്യം തന്നെയാണ് ഈ ചിത്രത്തെ 4 നൂറ്റാണ്ടിനപ്പുറം കെടാത്ത ഓർമ്മയാക്കി മാറ്റുന്നതിന്റെ അടിസ്ഥാന കാരണവും. വീരനായകനെ സർവ്വഗുണങ്ങളുടെയും അലങ്കാരങ്ങൾ ചാർത്തി നൽകുമ്പോൾ എതിരാളിക്ക് ദുഷ്ടകഥാപാത്രമെന്ന കറുത്ത ചായക്കൂട്ട് പകരുന്ന വാമൊഴി കഥകളുടെ പതിവ് രീതികളെ പുനരാഖ്യാനം ചെയ്യാൻ MT തയ്യാറായതാണ് ചന്തു എന്ന ചേകവന് പുതിയ മുഖം ലഭിക്കാൻ കാരണം. ഇന്നത്തെ ബോക്സിംഗ് റിങ്ങുകളിലെ വീരനായകന്മാരെ പോലെ വാൾക്കണയിലാണ് ചേകവന് ചോറെന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന വടക്കൻ പാട്ടിലെ ചേകവ കുലത്തിന്റെ വീരഗാഥ MT ഹരിഹരൻ ടീമിന്റെ ഏറ്റവും മികച്ച ചിത്രമായി മാറുകയായിരുന്നു. ഉദയായുടെ വടക്കൻ പാട്ടുകളെ നിഷ്പ്രഭമാക്കുന്ന ഈ ചലച്ചിത്രകാവ്യം ചെമ്മീൻ പോലെ കാലമെത്ര കഴിഞ്ഞാലും തിളക്കം നഷ്ടമാകാത്ത അതുല്യ സൃഷ്ടിയായി നിലനിൽക്കുകയാണ്. മലയാളത്തിലെ ആദ്യ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഉണ്ണിയാർച്ചയുടെയും ആരോമിലിന്റെയും ചന്തുവിന്റെയും അരിങ്ങോടരുടെയും പുത്തുരം വീടിന്റെയുമെല്ലാം പാടിപ്പതിഞ്ഞ കഥകൾ വടക്കൻ വീരഗാഥയുടെ വരവോടെ വഴിമാറുകയായിരുന്നു. ഗുരുവായൂരടക്കമുള്ള ഇടങ്ങളിലായി ചിത്രീകരിച്ച സിനിമയ്ക്കായി മമ്മൂട്ടിയും സുരേഷ് ഗോപിയും മാധവിയുമെല്ലാം കളരി അഭ്യസിച്ചതും അന്നത്തെ ബിഗ് ബജറ്റ് ചിത്രം തിയേറ്ററുകളിൽ വീരഗാഥ രചിച്ചതും രവി ബോംബെയുടെ ഇനങ്ങൾ അനശ്വര ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതുമെല്ലാം ചരിത്രം. ചതിയൻ ചന്തു എന്ന കഥാപാത്രത്തിന് വേറിട്ട പ്രതിച്ഛായ നൽകിയ മമ്മൂട്ടി എന്ന മഹാനടന്റെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി ഈ ചിത്രം മാറി. ചലച്ചിത്രത്തിനപ്പുറം തിരക്കഥാ സാഹിത്യത്തിന്റെ അപൂർവ ആഖ്യാനത്തിന്റെ സാക്ഷ്യപത്രം കൂടിയായി 25 വർഷത്തിനിപ്പുറം ഈ വിഷുക്കാലത്തും ഈ ചലച്ചിത്രം മലയാളി മനസ്സിലെ വീരഗാഥയായി ബാക്കി നിൽക്കുകയാണ്. പുതിയ കാലത്തിന്റെ പാണന്മാർക്ക് ഏറ്റുപാടാനുള്ള പുതിയ വീരഗാഥകളായി. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ. TCB ന്യൂസ്, തൃശൂർ. പെട്രോൾ ലിറ്ററിന് 70 പൈസ കുറച്ചു. എണ്ണ കമ്പനി ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. പുതുക്കിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. പുത്തൂരിൽ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുടെ കുടുംബത്തിനു നേരെ ഗുണ്ട ആക്രമണം. തിങ്കളാഴ്ച രാത്രിയുണ്ടായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പുത്തൂർ കുറുപ്പംപടി സ്വദേശി പ്രേമൻ കൊരട്ടിക്കാടൻ, മകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗവുമായ അമൃതേഷ്, പ്രേമന്റെ ഭാര്യ അജിത, അയൽവാസി ലിസി എന്നിവരാണ് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5 അംഗ സംഘം പ്രേമന്റെ വീട്ടുമതിലിൽ ഇരുന്ന് മദ്യപിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തപ്പോഴാണ് മാരകായുധങ്ങളുമായി ആക്രമിച്ചത്.
എൻ്റെ ചുറ്റുമതിലുമേ 4-5 പേര് കൂടി വന്നിരുന്ന് മദ്യപിക്കുകയും അത് കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മതിലൊന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. മദ്യപിച്ച് തെറി പറയാനാന്ന് വെച്ചാൽ എൻ്റെ കൊമോട്ടിലിരിക്കരുത്, മാറിയിരിക്കാൻ പറഞ്ഞപ്പോൾ അവരെന്നെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. അത് കണ്ട് എൻ്റെ മകൻ ഓടി വന്നു, മകനെയും മർദ്ദിച്ചു. ഞാൻ എൻ്റെ മോളും കൂടി എൻ്റെ വീട്ടിൽ കുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സുനി എന്ന് പറഞ്ഞവൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വലിച്ചിട്ടിട്ട് എന്നെ അടിച്ചു, കഴുത്തിനടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണു കഴിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് എൻ്റെ കഴുത്തിലൊക്കെ മാന്തി ഇതാക്കി എടുത്തു. എന്നെ പച്ചയ്ക്ക് കത്തിക്കുന്നൊക്കെ പറയണത്. ഞങ്ങൾ തടയാൻ ചെന്ന മകനെയും അമ്മയെയും ആക്രമികൾ മർദ്ദിച്ചു. പിന്നീട് സമീപത്തെ അയൽവാസിയായ ലിസിയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. അക്രമികൾ പരിസരത്ത് സ്ഥിരം മദ്യപിക്കുന്നവരും തെരുവുവിളക്കുകൾ നശിപ്പിക്കുന്നവരുമാണെന്ന് പ്രേമൻ പറഞ്ഞു. സംഭവത്തിൽ ഒല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജെയ്ജു സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പരീക്ഷണ പ്രക്രിയകൾക്ക് ജൂലൈയിൽ തുടക്കം കുറിക്കുമെന്ന് ISRO ഡെപ്യൂട്ടി ഡയറക്ടർ രത്നാകര റാവു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സെമി ക്രയോജനിക് എഞ്ചിന്റെ പരീക്ഷണവും ഈ വർഷത്തിൽ നടത്തുമെന്നും റാവു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഫലമറിയാൻ TCVയിൽ പ്രത്യേക സൗകര്യങ്ങൾ. കുട്ടനെല്ലൂർ ബൈപ്പാസിൽ നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ഒരാൾ മരിച്ചു. ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷകളോടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണ്ണനെ കണി കാണാൻ ഗുരുഭവനപുരിയിൽ ആയിരങ്ങളെത്തി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇമാനുവൽ സിൽക്സ് തൃശൂർ, മോൾ ഓഫ് ജോയ് നിയർ ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. കല്യാൺ സിൽക്സ്, ജോസ്കോ ജുവലേഴ്സ്.